ജോണി പള്ളിവാതിക്കൽ, ക്രൈസ്തവ സംഘടനകൾ ഉന്നയിക്കുന്ന ആശങ്കകൾ അസ്ഥാനത്താണോ? ഇപ്പോൾ കാരിത്താസിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന പരാതിയും സമ്മർദ്ദമൊക്കെ ഇടയ്ക്ക് വന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ KCBCയുടെ ആസ്ഥാനം ഇരിക്കുന്ന POCയുടെ FCRA ലൈസൻസ് 2022 റദ്ദായതാണ്. ഒരുപാട് FCRA ലൈസൻസുകൾ അതുപോലെ റദ്ദായിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പോൾ കൂടുതൽ സംഘടനകൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും, വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുമോ? മിസ്റ്റർ അഭിലാഷ് ആദ്യം പറഞ്ഞതുപോലെ 16,000 രജിസ്ട്രേഷൻസ് ആണ് 25/3/2026 ലൈവായിട്ടുണ്ടായിരുന്നത് ഔട്ട് ഓഫ് 30,000. ഒരു വർഷം 22,000 കോടി രൂപയാണ് ഈ FCRA വഴി ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിന്നു പോകുന്ന രീതിയിൽ ഈ രജിസ്ട്രേഷൻ റിന്യൂവലും രജിസ്ട്രേഷൻ ക്യാൻസലേഷനും നടത്തുന്നത് വഴി ഈ 16,000 ഉണ്ടായിരുന്നത് ഇപ്പം 14,000-ൽ താഴെയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽസ്, ഓൾഡ് ഏജ് ഹോംസ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അങ്ങനെ തുടങ്ങി ആദിവാസികൾ, മുക്കുവന്മാർ, ഇവർക്കെല്ലാം സഹായം ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിന്നു പോയാൽ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ആളുകൾക്ക് സഹായം ചെയ്യാൻ പറ്റാതെ വരും. കാരണം FCRA വഴി വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരിമാർ മറ്റ് അഭ്യുദയകാംക്ഷികൾ വഴി കൊണ്ടുവരുന്ന പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഇവിടെ ആർജിക്കുന്ന പ്രോപ്പർട്ടീസും അതുപോലെ ഫെസിലിറ്റീസും, ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകളൊക്കെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ നടത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണെങ്കിൽ പോലും അത് അപ്രായോഗികമായി വരുമ്പോൾ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നവരെ പിടികൂടാൻ വേണ്ടി കാര്യങ്ങൾ നന്നായി ചെയ്യുന്നവരുടെ പ്രവർത്തനം നിന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല. ഞാൻ ഈ FCRA അമെൻമെൻറ്റ് റൂളിനെ കുറിച്ച് 1-2 നിയമവശങ്ങളൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇത്തരം അമെൻമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ ഒന്ന്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവരുത്. അതായത് ഒരു റൂള് സെക്ഷൻ 48 പ്രകാരമാണ് ഈ FCRA ആക്ട് സെക്ഷൻ 48 പ്രകാരമാണ് ഈ റൂൾ അമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റൂൾ അമെൻഡ് ചെയ്യുന്നത് 22/6/2026 മുതലാണ്. 25-ാം തീയതിയാണ് നമ്മളെല്ലാം പത്രത്തിലൂടെ ഈ അമെൻമെൻറ്റ് കാണുന്നത്. അപ്പോൾ 22 മുതൽ 25 വരെയുള്ള കാലയളവിൽ ആളുകൾ പലതും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാവാം. ഇന്നും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരുമ്പം പബ്ലിക്കിന് അതിൻ്റെ ഒപ്പീനിയൻ എടുക്കാൻ, അത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനുള്ള ഒരവസരം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം ക്ലാരിഫിക്കേഷൻസ് നല്ലതാണ്, ഒരു പരിധിവരെ ക്ലാരിറ്റി നല്ലതാണ്. പക്ഷേ ആ ക്ലാരിറ്റി വരുമ്പോൾ ആക്ടിനെ ഒരിക്കലും അല്ലെങ്കിൽ സൂപ്പർസീഡ് ചെയ്യരുത്. കാരണം ആക്ട് നടപ്പിലാക്കുന്നതിനാണല്ലോ റൂള്. അപ്പോൾ റൂളിലൂടെ ആക്ടിൻ്റെ പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് ഒരുപാട് ലിറ്റിഗേഷൻസ് കോടതികളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് റൂള് കൊണ്ടുവരുമ്പോഴും പ്രായോഗികമായിരിക്കണം, അത് ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം. മറ്റൊരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അതുപോലെ 105 കാറ്റഗറിയിൽ റിലീജിയസ്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, അതുപോലെ എക്കണോമിക്, ഇങ്ങനെയുള്ള പല കാറ്റഗറി തിരിച്ചിട്ട് ഈ ഓരോ കാറ്റഗറിയിലും 18, 19, 21 ഇങ്ങനെ ഓരോ ഇനങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ഓവർലാപ്പ് ചെയ്യും. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റിലീജിയസിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് സോഷ്യലിന് ഉപയോഗിച്ചാൽ വയലേഷൻ ആവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം അമെൻമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് വരുത്താതെ നിയമം പാലിക്കാൻ എളുപ്പമുള്ള രീതിയിൽ, ഉദാഹരണത്തിന് ഈ 105 കാറ്റഗറിയിലാണ് ഈ എലിജിബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ചെയ്യാവുന്നത് എന്ന് പറയുന്നതിന് പകരം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ 5-10 വാചകങ്ങളിൽ അത് തീർക്കാൻ പറ്റും. ഈ 105 കാറ്റഗറി വരുമ്പോഴത്തേക്കും
ഈ 105 കാറ്റഗറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ വർക്ക്, റിലീജിയസ്, എക്കണോമിക്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ ഇനി മുതൽ ഓരോ കാറ്റഗറി വൈസ് മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കൂ. അങ്ങനെ കൂടുതൽ കാറ്റഗറി ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് ഫീസ് അടച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം തെറ്റു വരാനുള്ള സാധ്യതകൾ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? രജിസ്ട്രേഷൻ ക്യാൻസലാകും, റിന്യൂവൽ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ ഈ ഫോം സർട്ടിഫിക്കറ്റ് എല്ലാം അമെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ അപേക്ഷ നിരസിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയോ ചെയ്താൽ വരാൻ പോകുന്ന അമെൻമെൻറ്റ് ബില്ല് 2026 അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്ഥാപനങ്ങളുടെ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് ബില്ല് വന്നാൽ പ്രവർത്തനം നിന്നുപോകും. അതൊരു വലിയ ഞാൻ പറഞ്ഞു വരുന്നത് FCRA അതൊരു വലിയ പ്രശ്നമാണ്.